അച്യുതാനന്ദനെ അധിക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിട്ടെന്നാരോപിച്ച് നടൻ വിനായകനെതിരെ ഡിജിപിക്ക് പരാതി. വിഎസിനെ അധിക്ഷേപിക്കുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ നടപടി വേണമെന്നാണ് ആവശ്യം. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫാണ് പരാതി നൽകിയത്. പോസ്റ്റിൽ മുൻ പ്രധാനമന്ത്രിമാർക്ക് നേരെയും പരാമർശമുണ്ട്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നാണ് പരാതിയിൽ പറയുന്നത്. പാലക്കാട് ആലത്തൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോണിപ്പാടം വാവുംപള്ളിയാപുരം സ്വദേശി പ്രദീപിന്റെ ഭാര്യ നേഹയാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിൽ ഇന്നലെ രാത്രിയാണ് നേഹയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് പ്രദീപിനെ ആലത്തൂർ പോലീസ് ചോദ്യം ചെയ്തു. IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. സസ്പെൻഡ് ചെയ്ത് 9 മാസത്തിനു ശേഷമാണ് പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗൊബ്രഗഡെ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാൽ പ്രസന്റിംഗ് ഓഫീസറുമാണ്. സംസ്ഥാനത്ത് സ്കൂൾ സമയമാറ്റം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമെന്ന് സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നാളെ മതസംഘടനകളുമായി ചർച്ച നടത്തും. വെള്ളിയാഴ്ച വൈകിട്ട് 4:30ക്കാണ് ചർച്ച. ബുധനാഴ്ച നടത്താനിരുന്ന ചർച്ചയാണ് നാളത്തേക്ക് മാറ്റിയത്. സമസ്തയടക്കം വിവിധ സംഘടനകൾ സമയമാറ്റത്തെ ശക്തമായി എതിർത്തിരുന്നു. സമര പ്രഖ്യാപനം ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിലാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. മണർക്കാട് കോളേജിൽ റാഗിംഗ് പരാതി. നെല്ലിപ്പുഴ നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 2ാം വർഷ BBA വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. ഷർട്ടിന്റെ ബട്ടൺസ് ഇല്ലെന്നാരോപിച്ച് 3ാം വർഷ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയും തല ഗേറ്റിൽ പിടിച്ചിടിക്കുകയും ചെയ്തെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറയുന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തുടർച്ചയായി 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. വിഷയമുന്നയിച്ച് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ അംഗങ്ങൾ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി ചർച്ച ചെയ്യണമെന്ന ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. വ്യവസായി അനിൽ അംബാനിയുടെ വിവിധ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ്. അനിൽ അംബാനി പ്രൊമോട്ടർ ഡയറക്ടർ എന്ന റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ തട്ടിപ്പിന്റെ പേരിൽ SBI ഫ്രോഡായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റെയ്ഡ് നടക്കുന്നത്. ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലെ ED ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. സെബി, നാഷണൽ ഹൌസിംഗ് ബാങ്ക്, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയവർ കൈമാറിയ വിവരങ്ങൾ, CBI രജിസ്റ്റർ ചെയ്ത 2 FIRകൾ എന്നിവയിലാണ് പരിശോധന. ഇന്ത്യയും UKയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK സന്ദർശനത്തിനിടെയാണ് പ്രധാനമന്ത്രിമാർ കരാറിൽ ഒപ്പുവെച്ചത്. ചരിത്രപരമായ ദിവസം, ഏറെ നാളത്തെ പ്രയത്നത്തിന്റെ ഫലമാണിതെന്നാണ് മോദി പ്രതികരിച്ചത്. ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറാണിതെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി Keir Starmer പറഞ്ഞു. ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരുടെ നിയമനങ്ങൾ നിർത്തണമെന്ന് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അടക്കമുള്ള അമേരിക്കയിലെ വൻകിട ടെക് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ കമ്പനികൾ ഇപ്പോൾ ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനോ ഇന്ത്യൻ ടെക് തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതിനോ പകരം വീട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം.